ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന LDC പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. മലയാളത്തിൽ നിന്ന് ഏകദേശം ഒരു 4 മാർക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നൊരു 8 മാർക്കും, അതുപോലെ തന്നെ കണക്കിൽ നിന്നൊരു 5 മാർക്കും ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നൊരു പരീക്ഷയായിരുന്നു ഇത്. ഒരു ഏവറേജ് ഉദ്യോഗാർത്ഥിയെ കണക്കിലെടുത്താണ് ഞാൻ ഈ മാർക്കുകൾ പറഞ്ഞത്. മലയാളത്തിൽ നിന്ന് 4, കണക്കിൽ നിന്ന് 5 മാർക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് 8 മാർക്കും, ഏകദേശം 17ഓളം മാർക്ക് നമുക്ക് ഈ മേഖലയിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ GK മേഖലയിൽ നോക്കുമ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടി നമുക്കൊരു 8 മാർക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് ഏകദേശം 4 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കറണ്ട് അഫെയർസ് 6 മാർക്സ്, അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഏകദേശം 2 മാർക്ക് നമുക്ക് ലഭിക്കാം. IT-യിൽ നിന്ന് നമുക്കൊരു 3 മാർക്ക് കിട്ടാവുന്നതാണ്. സയൻസ് 6 മാർക്ക് നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളിൽ നിന്നും നമുക്കൊരു 7 മാർക്കോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനാലിസിസ്. അപ്പോൾ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സിൽ നിന്നും കിട്ടിയ ഒരു 17 മാർക്കും, അതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്ന് കിട്ടിയ ഏകദേശം ഒരു 41 മാർക്കും ഏകദേശം കൂടി ചേരുമ്പോൾ ഒരു 57 മാർക്കോളം ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതാണ്. 57ഓളം മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്നത്. അതിൽ ചെറിയ തെറ്റുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 55നും അതുപോലെ തന്നെ 60നും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് തന്നെ ഇവിടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വേറെ ജില്ലയിൽ 3 ജില്ലകൾക്കാണല്ലോ നടത്തിയത്, അപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവാം. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ലിസ്റ്റിൽ ആളുകളെ കുറച്ചാണ് മാക്സിമം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 55നും ഒരു 60നും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് നമുക്ക് ഈ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ലൈക്കും മറ്റ് ഈ എക്സാമുകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.